തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നരേന്ദ്രമോദിയെ വിവാദത്തിലാക്കുകയും ഒപ്പം വോട്ട് കുറയ്ക്കുകയും ചെയ്ത ഘടകങ്ങളിൽ ഒന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ മോദി നടത്തിയ വിവാദ പ്രസ്താവനകൾ ആയിരുന്നു. മുസ്ലിമുകളെ പ്രധാനമായി ഇരയാക്കിയ മോദി രാജ്യത്ത് വർഗീയത ഉണ്ടാക്കിയെടുക്കാനും ശ്രമിച്ചു. ഹർജികൾ പലതും തള്ളിപ്പോയെങ്കിലും വാവിട്ട വാക്ക് അതെന്നും ഒരു മുറിവായി ഉണങ്ങി അങ്ങനെ കിടക്കും. മോദി ഇനി എത്ര വർഷം ഭരിച്ചാലും എത്ര നന്മ ചെയ്താലും മുസ്ലിമുകളെ രാജ്യത്തെ ഇത്തിൽ കണ്ണികളാക്കിക്കൊണ്ട് നടത്തിയ പരാമർശങ്ങളൊന്നും ഒരു കറുത്ത അധ്യായമായി എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ഇതാ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും നോബൽ ജേതാവുമായ അമർത്യ സെൻ പറഞ്ഞിരിക്കുകയാണ്. ഗുരുതരമായ പരാമർശമാണ് മോദി നടത്തിയത്. ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെയായിരുന്നു മോദി അപമാനിച്ചത്. തന്നെ ദൈവം അയച്ചതാണെന്ന മോദിയുടെ പരാമർശം തന്നെ അഹങ്കാരവും മതിഭ്രമവും നിറഞ്ഞതാണ്. ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും മോദിയുടെ ധിക്കാരത്തിനും അഹങ്കാരത്തിനും കുറവില്ല എന്നും അരുന്ധതി റോയ്ക്കെതിരെ UPA ചുമത്തുവാനുള്ള നീക്കം തന്നെ ഞെട്ടിച്ചുവെന്നും അമർത്യ സെൻ പറഞ്ഞു. ദി വയർ എന്ന പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അമർത്യ സെൻ നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുകയായിരുന്നു. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്നാണ് മോദി വിളിച്ചത്. 20 കോടി മുസ്ലിങ്ങളെയായിരുന്നു അന്ന് അപമാനിച്ചെടുത്തത്. പരാമർശത്തിൽ മോദി മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് അമർത്യ സെൻ പറഞ്ഞു. തന്റെ ജന്മം ജൈവികമല്ല എന്നും ദൈവം അയച്ചതാണെന്ന മോദിയുടെ പരാമർശം അഹങ്കാരവും മതിഭ്രമവും നിറഞ്ഞതാണെന്നും അമർത്യ സെൻ തുറന്നടിച്ചു. തുടർച്ചയായി 3 തവണ വിജയിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്തി എന്ന പ്രധാനമന്ത്രിയുടെ വീമ്പിളക്കൽ അസംബന്ധം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും മോദിയെ ധിക്കാരത്തിനും അഹങ്കാരത്തിനും കുറവില്ല. പ്രതിപക്ഷത്തോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണെന്നും അമർത്യ സെൻ പരിഹസിച്ചു. അരുന്ധതി റോയ്ക്കെതിരെ UPA ചുമത്തുവാനുള്ള കേന്ദ്ര സർക്കാർ തന്നെ ഞെട്ടിച്ചുവെന്നും അമർത്യ സെൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ വെച്ചും മോദിക്കും BJPക്കും എതിരെ അദ്ദേഹം വിമർശിച്ചിരുന്നു. ഹിന്ദു രാഷ്ട്രമെന്ന BJPയുടെ ആശയത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നതാണ് ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു.